നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അയോധ്യ ട്രിപ്പിലെ ഡേ 2 ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ട്രെയിനിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, ഫുഡൊക്കെ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു. നല്ല തണുപ്പാട്ടോ രാവിലെ. അപ്പോൾ ഷീറ്റൊക്കെ മൂടി പതിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അടുത്തയായിട്ട് ചായ കുടിക്കുകയാണ്. നല്ല ചൂട് ചായ, നല്ല ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചൂടത്ത് നല്ല ചൂട് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല നല്ല കാഴ്ചകളും ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ ഉറക്കമൊക്കെ നല്ലതായിരുന്നു. നല്ല പോലെ ഉറങ്ങി. ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല പോലെ ഉറങ്ങി. അപ്പോൾ ചാർജൊക്കെ കുത്തിയിടാനായിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട് നമ്മുടെ ട്രെയിനുള്ളിൽ. പിന്നെ കണ്ണാടി ഉണ്ട്. പിന്നെ ഈ ബെഡ്ഷീറ്റ് അതുപോലെയൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് അവിടെ ഉണ്ട്. അപ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ട്രെയിനാണ്. സീറ്റും എല്ലാം നല്ലതാണ് ഗൈസ്. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ ഭയങ്കര ഡിലേയാണ്. പിടിച്ചിട്ട് ഭയങ്കര ഡിലേയാണ് ഗൈസ്. പിടിച്ചിട്ടിരിക്കുന്നിടത്താണേലോ നല്ല ചൂടും വെയിലുമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഉറക്കമൊക്കെ നല്ലതായിരുന്നു. കൂടെ എഴുന്നേക്കും, പക്ഷേ ഉറക്കമൊക്കെ നല്ല ഉറക്കമായിരുന്നു ഗൈസ്. ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ്. ആകെയുള്ളൊരു പ്രശ്നം ബാത്റൂമാണ് ഗൈസ്. ബാത്റൂം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. വൃത്തിയൊന്നുമില്ല, അതേ ഉള്ളൂ ആകെ ഒരു പ്രശ്നം. ബാക്കി എല്ലാം കുഴപ്പമില്ല, ഓക്കെയാണ്. ചില സ്ഥലങ്ങളിൽ റേഞ്ചൊന്നും കാണത്തില്ല, പിന്നെ ഭയങ്കര ബോറടി ആയിരിക്കും. ആകെയുള്ളൊരു വഴി ഉറങ്ങുന്നത് തന്നെയാണ്. റേഞ്ചൊന്നും ചില സ്ഥലങ്ങളിൽ കാണത്തില്ല. പിന്നെ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു. എല്ലാ ഫുഡിൻ്റെ കൂടെയും അവർ അച്ചാറും സ്പൂണും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ IRCTC എന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ച് കഴിച്ചത്. കുഴപ്പമില്ല, എല്ലാം നല്ല ഫുഡായിരുന്നു. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് കാണും. നമ്മൾ സെലക്ട് ചെയ്തത് ഉപ്പുമാവാണ്. ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റേഞ്ച് ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് താലിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കറികളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഞ്ചിനും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കഴിക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വെജിറ്റബിൾ താലിയാണ്. നോൺ വെജ് താലിയും അവൈലബിളാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ട്രെയിൻ പിടിച്ചിട്ടപ്പോൾ അവിടെ ഒരു നായ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടോ അവനെ കാണാനായിട്ട്. അവിടെ ഏകദേശം കുറേ സമയം കടന്നിരുന്നു. അപ്പോൾ അവനെ കളിപ്പിച്ച് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇവിടെ മുഴുവനും പാടങ്ങളാണ്, നെൽകൃഷിയാണ് ഇവിടെ മുഴുവനും. ആന്ധ്രാപ്രദേശാണ്. ഇന്നലെ രാത്രി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഇന്നലത്തെ വ്ലോഗ് കണ്ടു കാണുമല്ലോ. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. ഇന്ന് പക്ഷെ അങ്ങനെയല്ലല്ലോ, 24 hours നമ്മൾ ഈ ട്രെയിനിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സമയം ഉറക്കമായിരുന്നു. അപ്പോൾ AC അത് വെച്ചിട്ട് എനിക്ക് മൂക്കടപ്പും അതേപോലെ തന്നെ ചെവിയൊക്കെ അടഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഗുളിക കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞാനൊരു 2 മണിയായപ്പോഴാണ് കിടന്നത്. പിന്നെ എഴുന്നേറ്റത് ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി.
അപ്പോൾ ഫ്രണ്ട്സ് രാത്രിയായി, നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. രാത്രി നമ്മൾ മുട്ട ബിരിയാണിയാണ് കഴിച്ചത്. കുഴപ്പമില്ലാത്ത നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി ഉറങ്ങാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് സമയം 9:30 ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഡേയും കംപ്ലീറ്റായി. ഇനി ഞാൻ ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നാളെ രാവിലത്തെ വിശേഷം, അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.